നമസ്കാരം. ഈ സന്ദേശത്തിലൂടെ സാക്ഷാൽ ഭഗവാൻ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതുതായി നൽകുവാൻ പോകുന്ന അനുഗ്രഹം എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ വന്നെത്തുന്ന ആ സന്തോഷ വാർത്ത എന്താണ് എന്നും നിങ്ങളുടെ ദുഃഖങ്ങൾ അകന്നു പോകുവാനായി അപ്പോൾ അത് എന്താണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളിൽ നിന്നും ഒഴിവായി പോവുക എന്ന് മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സന്ദേശം അതിനാൽ പൂർണ്ണമായും കേൾക്കുവാൻ ഏവരും ശ്രമിക്കണം. ഓം നമോ നാരായണായ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കൂ. ഭഗവാൻ തന്നെ നിങ്ങളെ കൈപ്പിടിച്ചുയർത്തുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനോ ആരും ഇല്ലാത്തതായ അവസ്ഥയിലൂടെ നിങ്ങളിലെ ചിലരെങ്കിലും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അല്ലെങ്കിൽ വിഷമതകളിൽ താങ്ങും തണലുമായി നിന്നിരുന്ന വ്യക്തികൾ തന്നെയായിരുന്നു നിങ്ങൾ. എല്ലാവരെയും ഒരിക്കലും വേർതിരിച്ച് കണ്ടിരുന്നില്ല. അതിനാൽ ഏവർക്കും ദുഃഖങ്ങൾ വരുമ്പോൾ അവർക്കൊപ്പം നിലകൊണ്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ദുഃഖം വന്നപ്പോൾ അല്ലെങ്കിൽ ഒരു വിഷമസന്ധി വന്നപ്പോൾ അത് മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ ആരും ഉണ്ടായിട്ടില്ല എന്നതും വാസ്തവമായ ഒരു കാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളെ പലരും ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പലരും കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യമോ ജീവിതത്തിലുണ്ട്. ഇത് പലപ്പോഴും നിങ്ങൾക്ക് താങ്ങാൻ സാധിക്കാത്തതായ ഒരു കാര്യമായി തന്നെ മാറുന്നു എന്നതും വാസ്തവമാണ്. എത്ര തന്നെ ശ്രമിച്ചിട്ടും പുറത്തേക്ക് കടക്കാൻ സാധിക്കാത്ത വിധമുള്ള പ്രയാസം നിങ്ങളുടെ മനസ്സിൽ വളരെയധികം നിറയുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. പല കാര്യങ്ങളും കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായി തന്നെ ചെയ്തു തീർക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അതിനു പോലും സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഈ കാര്യത്താലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. ഇത്തരമൊരു ജീവിത സാഹചര്യത്തിലൂടെ മുന്നോട്ട് കടന്നു പോകുന്ന ചില വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ സമയം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം, ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ അറിയേണ്ടത് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നും ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇതിനാലാണ് ഈ സന്ദേശം പോലും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന കാര്യം പോലും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പലപ്പോഴും ഒരു ആവശ്യം അല്ലെങ്കിൽ വിഷമഘട്ടം വന്നപ്പോൾ അത് നിങ്ങളോട് ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നതും വാസ്തവം തന്നെയാണ്. അത് ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ആ സമയം അവർ നിങ്ങളെ പുകഴ്ത്തി എങ്കിലും പിന്നീട് നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ വിഷമിക്കരുത് എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഈ സമയം ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾ പല നല്ല കർമ്മങ്ങളും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതിനാൽ ആ കർമ്മഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. നിങ്ങളെ തള്ളി പറഞ്ഞവർ, നിങ്ങളെ മാറ്റി നിർത്തിയവർ തീർച്ചയായും നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതിനാൽ ഈ സമയം നിങ്ങൾ വിഷമിക്കരുത്. ഭഗവാൻ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം, ദുരിതങ്ങൾക്ക് ഒരു പരിഹാരം നൽകുക തന്നെ ചെയ്യും. ഇതിന് ആവശ്യമായ ശക്തിയും ഊർജവും ധൈര്യവും എല്ലാം ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നതാണ് വാസ്തവം. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തീർച്ചയായും മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്.
അതിനാൽ തന്നെ ഇത്തരം കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്യും. കുറേയധികം അവസരങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം പോലും രൂപപ്പെടാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഈ സമയം തയ്യാറായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാൻ നിങ്ങൾക്ക് അവസരങ്ങളാണ് നൽകുക. അതിനാൽ തീർച്ചയായും അത് നിങ്ങൾ കൃത്യമായി അനുകൂലമാക്കി പ്രവർത്തിക്കുന്നതിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ദുരിതങ്ങളിൽ നിന്നും മോചനവും പരിഹാരവും നൽകും. അതിനുള്ള അവസരങ്ങൾ തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. നിങ്ങളിൽ പലരും വിഷമിച്ചിരിക്കുന്ന, ദുഃഖിച്ചിരിക്കുന്ന, തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും കാണുന്നു. ഒരു ദുഃഖം അല്ലെങ്കിൽ വളരെയധികം നിരാശ നൽകുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം പിന്തുടരുന്നതായി കാണുവാനായി സാധിക്കുന്നു. ചിലപ്പോൾ ശാരീരികമായി വളരെയധികം ക്ഷീണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതിനാലാകാം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹവുമായി ബന്ധപ്പെട്ടും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഓർമ്മയിലും നിങ്ങൾക്ക് വിഷമങ്ങൾ വന്നു ചേരാം. എന്നാൽ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സമയം നിങ്ങളുടെ നഷ്ടബോധം തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. പലരും നിങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സിനെ ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നതും വാസ്തവമാണ്. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകേണ്ടതാണ്. ഇങ്ങനെ ഒരു നഷ്ടബോധം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നത് പോലും പലരും നിങ്ങളെ ചൂഷണം ചെയ്തതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കുവാൻ കഴിയുന്ന വളരെ സന്തോഷകരമായ ഒരു കഴിഞ്ഞ കാലമുണ്ടാകാം. അത്തരത്തിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചില ഓർമ്മകളുമുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ ഓർമ്മകൾ പാസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു ദുഃഖം നിങ്ങൾക്ക് ഉണ്ട്. ഇപ്പോഴത്തെ അല്ലെങ്കിൽ വരും കാലത്തെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷകളോടെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ പഴയ കാര്യങ്ങളിലെ ആ വിഷമങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഭഗവാൻ നൽകും. ഇത് മാറ്റത്തിൻ്റെ ഒരു സമയമാണ് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കഴിവുകൾ ഈ സമയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്ന് തന്നെ ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതുമാണ്. ആ കഴിവ് സ്വയം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന പല പ്രയാസങ്ങളും ദുരിതങ്ങളും പ്രതിസന്ധികളെയും നിങ്ങൾക്ക് അനായാസം തരണം ചെയ്യാനും അതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അതൊരു മാറ്റമായി തന്നെ മാറാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പലതും ചിന്തിച്ചു കൂട്ടുന്നു എന്നതും വാസ്തവമാണ്. മനസ്സിൽ വളരെയധികം ആശങ്കകളുണ്ട്. എന്നാൽ അത്തരം ആശങ്കകൾ മനസ്സിൽ നിറയ്ക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ്. ഇവിടെ കാണുന്നത് അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ചിലർ നിങ്ങളെ വളരെയധികം സ്നേഹിക്കാനും പിന്തുണയ്ക്കുവാനും കൂടെയുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. മിത്രങ്ങൾ അല്ലെങ്കിൽ ബന്ധുക്കൾ, അത്തരത്തിൽ പല വ്യക്തികളും നിങ്ങളെ ഒറ്റപ്പെടുത്താതെ ചിലരെങ്കിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായി കാണുവാനായി സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഉപദേശം അവർ സ്വീകരിക്കുകയും അവരത് പ്രാവർത്തികമാക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഈ സമയം തീർച്ചയായും അർഹമായ ഫലം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നു എന്ന് കാണുന്നു. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അർഹമായ ഫലം ലഭിക്കും. അതിനാൽ ദുരിതങ്ങൾ മറന്ന് ഭഗവാനെ ആരാധിച്ച് തന്നെ ഈ സമയം മുന്നോട്ട് പോകണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭഗവാൻ ചില അവസരങ്ങൾ പ്രദാനം ചെയ്യും. തീർച്ചയായും ആ പോസിറ്റീവായ ഊർജം, അവസരങ്ങൾ അത് കൃത്യമായി നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോകണം. ഈ പോസിറ്റീവായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോവുക. ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തുടങ്ങും. ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്.